അധ്വാനിച്ച് തിന്നാൻ പഠിക്കണം. അധ്വാനിച്ച് തിന്നുന്നവനെ ബഹുമാനിക്കാൻ പഠിക്കണം. അധ്വാനിച്ച് തിന്നുന്നവനെ ബഹുമാനിക്കാൻ പഠിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചു. ഏതുപോലെ നമ്മളൊക്കെ ഒരു കല്യാണ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം അറിയാതിരുന്നിട്ടുകൂടി ഒരു പാന്റും കുപ്പായവും വലിച്ചു കയറ്റി ഒരു തുപ്പിയും വെച്ചിട്ട് വെയിൽ കൊള്ളുന്ന ഒരു സെക്യൂരിറ്റിയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവനോട് നിർദ്ദേശിക്കപ്പെട്ടതേ അയാൾ ചെയ്യാൻ പാടുള്ളൂ. ആ നിർദ്ദേശിക്കപ്പെട്ടതിനനുസരിച്ചിട്ട് അയാൾ നിയന്ത്രിക്കുമ്പോ പലർക്കും സെക്യൂരിറ്റിയോട് ഒരു ദേഷ്യം. ഒരു സാധു സെക്യൂരിറ്റിയെ ഇടിച്ചു കൊന്ന നാടാണ് കേരളക്കര. ദേഷ്യത്തിന്റെ പേരിൽ ഒരു കുടുംബത്തിന്റെ അത്താണിയായി തെണ്ടാൻ മനസ്സില്ലാത്തതിന്റെ പേരിൽ കുടുംബം പോറ്റാൻ ഇറങ്ങുന്നവരാ സർവ്വ പണിക്കാരും. എല്ലാ തൊഴിലിനും അതിൻ്റെതായ ഭംഗിയുണ്ട്. അധ്വാനിച്ച് തിന്നുന്നവനെ കണ്ടാൽ അവനോട് ഏറ്റവും മനോഹരമായിട്ട് പെരുമാറണം. കോഴിക്കോട് ബീച്ചിൽ കടല വിൽക്കുന്ന ഒരു സാധു മനുഷ്യനോട് വാങ്ങിയ കടലയേക്കാൾ ഇരട്ടിപ്പണം കൊടുത്തപ്പോ ആ പണം തിരിച്ചു കൊടുത്തു. ഇത് നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞപ്പം ദൈവം എനിക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, അതുകൊണ്ടാ ഞാൻ ഈ കടലപ്പണിക്കിറങ്ങിയതെന്നും നയിച്ച് തിന്നുന്നതാണ് എന്റെ ശരീരത്തിന്റെ ആരോഗ്യമെന്നും ഒരു സാധു പറയുന്നുണ്ട് എങ്കിൽ ഭക്ഷണം നയിച്ച് അല്ലെങ്കിൽ അധ്വാനിച്ച് കഴിക്കുന്നവനെ കണ്ടുപഠിക്കണം, അവനെ ബഹുമാനിക്കാനും പഠിക്കണം. എല്ലാവരും അധ്വാനിക്കുന്നുണ്ടോ? അവന്റേതായ സങ്കടങ്ങളുണ്ട്. ഞാൻ പറയാറുണ്ട്, ചിലപ്പോ നമ്മൾ വാഹനത്ത് പോകുമ്പോൾ തൊട്ടു മുൻപില് 2 കൊലയും കുറച്ച് പച്ചക്കറി ചാക്കും കുറച്ച് പെട്ടികളൊക്കെ ആയിട്ട് വാഹനത്തുമ്പോ പോകുന്ന ചിലപ്പോ ചില സാധുക്കൾ ഉണ്ടാവും. അവരുടെ ലക്ഷ്യം അവരുടെ കുടുംബമാ, അവരുടെ സ്ഥാപനമാ. ഈ സാധനം സ്ഥാപനത്തിൽ എത്തിച്ചിട്ട് അത് വിറ്റിട്ട് വേണം രാത്രി സ്കൂളിൽ നിന്നും കയറി വരുന്ന എന്റെ മക്കൾക്കും 1000 സ്വപ്നങ്ങളുമായി കൂടിറങ്ങിപ്പോന്ന പെണ്ണിന്റെയും വയറ് നിറയാനെന്ന് ആഗ്രഹിച്ച് ഒരു സാധു കുടുംബം പോറ്റുമ്പോ, അവൻ അധ്വാനിക്കുമ്പോ അവന്റെ നിറം നോക്കിയും പണമില്ലായ്മ നോക്കിയും കോലം നോക്കിയും അവനെ നമ്മൾ പരിഹസിക്കുന്നുണ്ട് എങ്കിൽ അതല്ല ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചത്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആശാരിയായിരുന്നു. അധ്വാനിച്ചിട്ടല്ലാതെ ഒരു അമ്പിയാക്കളും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇന്നെല്ലാ രംഗത്തും അതുണ്ട് കേട്ടോ. പള്ളി മൗലവിമാരോട് ചിലർക്കൊരു ദേശീയ 24 മണിക്കൂർ പണിയെടുക്കുന്ന പള്ളി മൗലവിമാരോട് ഒരു ബാങ്ക് കൊടുക്കാൻ സുബീക്ക് ഒരാളെ 4 ദിവസം ഏൽപ്പിച്ചാൽ അറിയും അതിന്റെ വേദനയും സങ്കടവും ഒക്കെ. എത്രത്തോളം വലിയ ഉത്തരവാദിത്താന്ന്. അങ്ങനെയുള്ള ആളുകളോട് പോലും മോശമായി പെരുമാറുന്നവൻ അധ്വാനിക്കുകയാ. നാട് വിടുന്നത് പലരും അധ്വാനിക്കാൻ വേണ്ടിയാ. വിദേശ രാജ്യത്ത് പോകുമ്പോ ജീവിതത്തിൽ ഒരിക്കലേ ഞാൻ പിരിവിന് പോയിട്ടുള്ളൂ. അവിടുന്ന് ഇങ്ങോട്ട് ഞാൻ ജീവിതത്തിൽ പിരിവിന് പോയിട്ടില്ല 16 കൊല്ലങ്ങൾക്ക് മുൻപ്. കാരണം ഓരോ കുടുംബത്തിന്റെയും സ്വപ്നം നെഞ്ചിലേറ്റി ആ മരുഭൂമിയിൽ കിടന്ന് ഓരോരുത്തരും സങ്കടപ്പെടുന്നത് കാണുമ്പോ തന്റെ കീഴിലുള്ള ഒരു തൊഴിലാളിനോട് പോലും ഒരക്ഷരം മിണ്ടാൻ ഒരാൾക്ക് തോന്നൂല. കാരണം അത് ഏത് ബംഗാളി ആയാലും മലയാളി ആയാലും ഒന്നയിക്കുന്നത് ഒരു കുടുംബം പോറ്റാനാ. ഓനെയും കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട്, ഓനെയും പ്രതീക്ഷിക്കുന്ന മക്കളുണ്ട്. അവന്റെ കൈമൽ വരുന്ന പണത്തിനനുസരിച്ചിട്ട് തിന്നണോ കുടിക്കണോ എന്ന് തീരുമാനിക്കുന്ന ഒരു കുടുംബം.